നമസ്കാരം. കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സ്ത്രീധന പീഡന മരണമൊക്കെ ഇന്നിടതടവില്ലാതെ പുറത്തുവരുന്ന വാർത്തകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. സ്വന്തം ലാഭത്തിനും സുഖജീവിതത്തിനും വേണ്ടി ചോരക്കുഞ്ഞിനെ പോലും തൂക്കി വിൽക്കുന്ന മാതാപിതാക്കൾ അടക്കം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് ചില സംഭവങ്ങൾ. തെലങ്കാനയിൽ നിന്ന് പുറത്തുവരുന്നത് അത്തരമൊരു വാർത്തയാണ്. ഭർത്താവിന്റെ ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ അയാളെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഭാര്യയുടെയും കാമുകന്റെയും ക്രൂരതകളാണ് ഉത്തർപ്രദേശിൽ നിന്നും വരുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഉത്ര കൊലക്കേസ്. 2020 മെയ് 6-നായിരുന്നു ഭർത്താവ് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ഭാര്യ ഉത്രയെ കൊലപ്പെടുത്തുന്നത്. അത്തരമൊരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്നും വരുന്നത്. ഇവിടെ ഇൻഷുറൻസ് തുക കൈക്കലാക്കാനായി ഭാര്യയും കാമുകനായ സ്കൂൾ ബസ് ഡ്രൈവറും ചേർന്ന് സ്കൂൾ നടത്തിപ്പുകാരനായ ഭർത്താവിനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ബണ്ടോര എന്ന ഗ്രാമത്തിലെ 32-കാരനായ അതുൽ സിംഗ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. അതുൽ സിംഗ് ഭാര്യ ഭാമിനിക്കൊപ്പം ഹസ്തിനപുര എന്ന സ്ഥലത്ത് ഒരു കിഡ്സ് പ്ലേ സ്കൂൾ നടത്തി വരികയായിരുന്നു. 2019-ലായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിയുന്നത്. ഇതേ ഭാര്യ തന്നെയാണ് ആ യുവാവിനെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. വെള്ളിയാഴ്ച രാവിലെയാണ് ജെ ബ്ലോക്ക് കോളനിയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ അതുൽ സിംഗിനെ കണ്ടെത്തുന്നത്. പാമ്പ് കടിയേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിടക്കയിൽ പാമ്പിനെ കണ്ടെത്തിയെങ്കിലും പോലീസും സർക്കിൾ ഓഫീസറും അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിലാണ് അതുലിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത ചുരുളഴിയുന്നത്. അതുലിന്റെ ഭാര്യ ഭാമിനിക്ക് പ്ലേ സ്കൂളിലെ ഡ്രൈവറായ തുഷാറുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിനിടെ കണ്ടെത്തി. പിന്നീട് തുഷാറിന്റെ മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും പരിശോധിച്ചപ്പോൾ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പാമ്പിന്റെ ചിത്രം പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതോടെ പ്രതികൾ ഇവർ ഇരുവരും തന്നെ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. 2 പാമ്പ് പിടുത്തക്കാരിൽ നിന്നാണ് ഇവർ പാമ്പിനെ വാങ്ങിയത്. അതുൽ സിംഗിന് 20 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. ആ തുക കൈക്കലാക്കാനാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതും അത് നടത്തിയതും. പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്താമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് അങ്ങനെയാണ്. അതുലിന്റെ മരണശേഷം വിവാഹം കഴിക്കാനും ഇൻഷുറൻസ് തുക ഉപയോഗിക്കാനും ഭാമിനിയും തുഷാറും പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഉറക്കത്തിൽ നിന്ന് രാത്രി അതുൽ ഉണരാതിരിക്കാനായി ഭാമിനി അന്നേ ദിവസം രാത്രി അതുലിന് ഉറക്ക ഗുളികകൾ കലർത്തിയ പാൽ നൽകിയതായും പോലീസ് വ്യക്തമാക്കുന്നു. अतुल पवार पुत्र श्री अजब सिंह की संदिग्ध परिस्थितियों में मृत्यु हो गई है और उनके बिस्तर से एक सांप मिला है. तो वहाँ पर तत्काल थाना पुलिस और सीओ मवाना पहुँचे. जो देखा गया तो परिजनों द्वारा ये बताया जा रहा था, विशेषकर पत्नी द्वारा, कि सांप के डसने से ही इनकी मृत्यु हुई है और पुलिस को सूचना देने से पहले ये उनको अस्पताल भी लेकर गए थे. परंतु जिस प्रकार की परिस्थितियाँ थी और जो सांप का व्यवहार होता है उस जानवर का, कि वो बड़ा शाई होता है, उसको लेकर कुछ चीज़ें मैच नहीं खा रही थी कि वो क्यों बिस्तर में इनकी चादर के अंदर आकर उनको काटेगा. इसी क्रम में टेक्निकल सर्विलांस किया गया तो इनकी पत्नी जो हैं दामिनी, इन्हीं के स्कूल के ड्राइवर, ये दोनों मिलकर एक स्कूल कृष्णा किड्स पब्लिक स्कूल चलाते थे. इन दोनों ने 2019 में प्रेम विवाह किया था. दामिनी का इनके ही स्कूल के एक ड्राइवर से संबंध पता चला. इनकी लगातार उनसे वार्ता होती थी. तुषार नाम का व्यक्ति था. तुषार का जब मोबाइल और अन्य चीज़ें देखी गई तो उनके मोबाइल में एक डब्बे में बंद एक सांप का फ़ोटो भी प्राप्त हुआ. उसके आधार पर जब उससे पूछताछ की गई तो उसने ये बताया कि 2 सपेरों से मिलकर उसने एक सांप खरीदा था. और जो मृतक अतुल हैं वो एक विद्या प्रकाशन में ड्राइवर का काम करते थे पहले. इनका 20 लाख का बीमा था. इसी पैसे को लेकर
इन दोनों ने ये प्लान बनाया कि ये अपने पति को मरवा देंगी और वो अपनी पत्नी से तलाक ले लेगा और ये दोनों शादी करके और इस पैसे से आगे चल के रहेंगे। ഉറക്കഗുളിക നൽകിയ ശേഷം അതിൽ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഉഗ്രവിഷമുള്ള പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിനായി ദാമിനിയും തുഷാറും 2 പാമ്പാട്ടികളുടെ സഹായം തേടിയതായും പോലീസ് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സോനു, ഉദയകുമാർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ബന്ധങ്ങൾക്കെല്ലാം പണത്തിനും അപ്പുറത്തേക്ക് വിലയൊന്നുമില്ല ഇന്നത്തെ കാലത്തെന്ന് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടുകയാണ് ഇത്തരം സംഭവങ്ങൾ. പ്രതികൾക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുൻപ് നവവധുവിന്റെ മൃതദേഹം ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങ് ഉത്തർപ്രദേശിൽ. ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയൊരു ജീവിതം ആരംഭിച്ച പെൺകുട്ടി കൊല്ലപ്പെടാനുണ്ടായ കാരണം അതെന്തായിരിക്കും? ആരായിരിക്കും അതിന് പിന്നിലെ കാരണക്കാർ? ഉത്തർപ്രദേശിലെ ഡുമരിയാഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചക്മഝാരി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മുഫിദുന്നിഷ എന്ന പെൺകുട്ടിയാണ് മരിച്ചത്. 2026 ജൂൺ 1-നായിരുന്നു ഷംസീർ അഹമ്മദുമായുള്ള നിഷയുടെ വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിഷയ്ക്ക് ഭർത്തൃവീട്ടുകാരുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. സ്ത്രീധനം നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ഈ ഉപദ്രവം മുഴുവനും. വിവാഹശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃവീട്ടുകാരും ചേർന്ന് മകളെ നിരന്തരം പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് നിഷയുടെ അമ്മ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. फोन करके मुझको बताया था तुम्हारे लड़की को मार के दफनिया दिया था। कौन आपको फोन किया था? वो शमशेर फोन किया था। ये शमशेर कौन है? वो दामाद था मेरा। क्या उसने बताया? उसने बताया मैं उसको मार के मैं घर में दफनिया दिया था। किसको दफनाया? मेरे लड़की को। आपकी लड़की का क्या नाम था? मुफीदुन्निसा। कब शादी हुई? कैसे शादी हुई? 1 तारीख की हुई थी शादी। 1.5 महीना 1 महीना हुआ। മകളെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം വീടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും മരുമകൻ ഫോണിലൂടെ വെളിപ്പെടുത്തിയെന്നാണ് ആ അമ്മ പോലീസിനോട് പറഞ്ഞത്. ഈ ഫോൺ കോൾ വന്നതിന് പിന്നാലെയാണ് അവർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് ഷംസീറിന്റെ വീട്ടിലെത്തി പരിശോധിക്കുന്നത് അതിനുശേഷമാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കൊലപാതകമാണെന്ന യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് പോലീസ് ഭർത്താവായ ഷംസീറിനെ കസ്റ്റഡിയിലെടുക്കുകയും അന്വേഷണവും ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ. डुमरियागंज पर श्रीमती सफीदुन्निसा निवासी दसहवा थाना दुधारा जनपद संत कबीर नगर ने सूचना दिया कि मैं अपनी लड़की मुफीदुन्निसा की शादी 1/6/2026 को शमशेर अहमद निवासी चकमझारी थाना डुमरियागंज जनपद सिद्धार्थ नगर के साथ किया था। शादी के बाद से ससुराल के लोग दहेज की मांग को लेकर के हमारी लड़की को मारते पीटते प्रताड़ित करते थे। आज सूचना मिली कि उन लोगों ने दहेज की मांग को लेकर के मेरी लड़की को मार पीट कर हत्या कर दिए हैं और उसके शव को मकान के अंदर दफना दिए हैं। എങ്ങനെയാണ് നിഷയെ കൊന്നതെന്നോ മറ്റെന്തെങ്കിലും കാരണം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. ഭർത്താവ് ഷംസീർ അഹമ്മദ്, കുടുംബാംഗങ്ങളായ അസിഗുല്ല, ഖുഷ്ബു നിഷ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മറ്റു തുടർ നടപടികൾ പുരോഗമിക്കുകയാണിപ്പോൾ. ഇപ്പോൾ ദിവസവും ഒരു തവണയെങ്കിലും ഇത്തരം സ്ത്രീധന പീഡന മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് പതിവായിരിക്കുകയാണ്.
മനുഷ്യൻ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇത്തരം പ്രാകൃത സംസ്കാരങ്ങളും രീതികളും ശീലങ്ങളും ഒക്കെ പിന്തുടരുന്നത് എന്തിന് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഓരോ സ്ത്രീകളുടെയും ആത്മഹത്യയും കൊലപാതകവും ഒക്കെ ഇത് അവശേഷിപ്പിക്കുകയാണ്. ഏതായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മരിച്ചവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി അഖിൽ ജോയലാണ് മരിച്ചത്. വെള്ളരിക്കുണ്ടിലെ ജോയൽ സാലി ദമ്പതികളുടെ ഏക മകനാണ്. അവധിക്ക് നാട്ടിൽ വന്ന് വിവാഹമുറപ്പിച്ച ഒരു മാസം മുൻപാണ് തിരിച്ചുപോയത്. റഷ്യയാണ് കപ്പൽ ആക്രമിച്ചത്. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ഒരു മലയാളി കൂടി മരിച്ചിരിക്കുന്നു ഈ ഉക്രൈൻ കപ്പൽ ആക്രമണത്തിൽ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതെ നസ്രി, അത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് യുക്രൈൻ ഒഡേസയുടെ തീരത്ത് ചരക്കു കപ്പലിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ മലയാളി അടക്കം 10 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഒരു കാസർഗോഡ് സ്വദേശിയുമുണ്ട്. വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി അഖിൽ ജോയലാണ് മരിച്ചത്. അതായത് AKG നഗറിലെ ജോയലിന്റെയും സാലിയുടെയും മകനാണ് ഈ അഖിൽ ജോയൽ. 19-ാം വയസ്സിലാണ് കപ്പലിൽ ജോലിക്ക് ചേർന്നത്. ജോയൽ മികച്ച വടംവലി താരം കൂടിയാണ്. അനുസരിച്ച് സൂചിപ്പിച്ചത് അതിന് അവധിക്ക് നാട്ടിൽ വന്ന് വിവാഹം ഉറപ്പിച്ചു. ഒരു മാസം മുൻപാണ് ജോയൽ തിരിച്ചുപോയത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ജോലി സ്ഥലത്ത് നിന്നും മരണപ്പെട്ട വിവരം ഈ ബന്ധുക്കൾക്ക് ഇമെയിൽ വഴി ലഭിച്ചത്. ഏതായാലും അപകടം സംബന്ധിച്ച് മറ്റ് വിവരങ്ങളൊന്നും ബന്ധുക്കൾക്ക് ലഭ്യമായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഇവർ വിദേശകാര്യ മന്ത്രാലയവുമായി ഇപ്പോൾ ബന്ധപ്പെട്ടു വരികയാണ്. എന്തായാലും ഗിനിയ ബിസാവു പതാകയുള്ള കപ്പലിന് നേരെയാണ് റഷ്യൻ ക്രൂസ് മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് യുക്രൈൻ വ്യോമസേന അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ അതുപോലെ തന്നെ സിറിയൻ നാവികരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 8 പേരെ രക്ഷപ്പെടുത്തിയതായി യുക്രൈൻ നാവികസേന അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം 17 പേരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ യുക്രൈൻ സ്വദേശിയായ പൈലറ്റും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ബന്ധുക്കൾ കൂടുതൽ വിശദാംശങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കൾക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം മാത്രമാണ് ഇവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അനുശ്രീ ബൈജു, അതുപോലെ തന്നെ ഈ അഖിൽ ജോയലിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും ആരംഭിച്ചോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ആഭ്യന്തര മന്ത്രാലയവുമായി ഈ കാര്യം ഈ വിദേശകാര്യ മന്ത്രാലയവുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കൾ തേടുന്നുണ്ട്. KV ബൈജു ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഉക്രൈൻ കപ്പലാക്രമണത്തിൽ മരിച്ചവരിൽ മലയാളിയുമുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി അഖിൽ ജോയലാണ് മരിച്ചത്. മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. വെള്ളരിക്കുണ്ടിലെ ജോയൽ സാലി ദമ്പതികളുടെ ഏക മകനാണ്. അവധിക്ക് നാട്ടിൽ വന്ന ശേഷം വിവാഹമൊക്കെ ഉറപ്പിച്ച് ഒരു മാസം മുൻപാണ് ജോയൽ തിരിച്ചുപോയത്. റഷ്യയാണ് കപ്പൽ ആക്രമിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. KV ബൈജു ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, നമുക്കൊക്കെ കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളവരായിരിക്കും. ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. 1ഉം 2ഉം വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ കണ്ടാൽ ആർക്കും ഒന്ന് ഓമനിക്കാനൊക്കെ തോന്നുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് 1 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ പണത്തിനു വേണ്ടി വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസം തോന്നും. സംഭവം സത്യമാണ്. കേരളത്തിലൊന്നുമല്ല ഈ സംഭവം, തെലങ്കാനയിലാണ് നടക്കുന്നത്. മെഹബൂബ നഗർ ജില്ലയിലെ തെലുഗുകുടം ഗ്രാമത്തിലെ ദമ്പതികളാണ് 4ാമത്തെ കുഞ്ഞിനെ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. നാട്ടുകാർ പറഞ്ഞാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത്. പണത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ വിറ്റു എന്ന വാർത്ത ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. തെലുഗുകുടം ഗ്രാമത്തിലെ സാധാരണ കൂലി തൊഴിലാളികളാണ് കുഞ്ഞിന്റെ മാതാപിതാക്കൾ. 2 ആഴ്ച മുൻപാണ് ഒരിടനിലക്കാരൻ ഗ്രാമത്തിൽ നവജാത ശിശുക്കളെ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ച് എത്തുന്നത്. പണത്തിന് വലിയ ഞെരുക്കം അനുഭവപ്പെട്ടിരുന്ന ഇവർ ഇളയ കുട്ടിയെ ഇയാൾ വഴി വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇവർക്ക് വേറെ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട്. ഇപ്പോൾ സംഭവത്തിൽ സമഗ്ര ശിശു വികസന സേവന ഓഫീസർ ഇടപെട്ടിട്ടുണ്ട്. 17-ാം തീയതി ലഭിച്ച പരാതി പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു.
മാതാപിതാക്കൾക്കും കുഞ്ഞിനെ വിൽക്കാൻ ഇടനില നിന്ന ആൾക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. മാതാപിതാക്കൾ വേണ്ടെന്ന് വെച്ചെങ്കിലും കുഞ്ഞിനെ ഏറെ പരിശ്രമത്തിനൊടുവിൽ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ಇದು ಜಗದೀಶ್ವರ್ అని ICDS సూపర్వైజర్ మహబూబ్నగర్ వారు ఒక ఫిర్యాదు ఇచ్చినారు. అందులో ఏంటంటే ఈ నీలిమ అని మన తెలుగుగూడెం అమ్మాయి, ఆమెకి ఇద్దరు కొడుకులు ఒక కూతురు, ఒక నెల కిందట ఒక బాబుని జన్మనిచ్చినది గవర్నమెంట్ హాస్పిటల్లో. అంటే ఆమె ఆర్థిక పరిస్థితి ఆసరా తీసుకొని భూత్పూర్ మండల్ మన భీమయ్య అని అతను ఆమెతోటి మంచిగా చేసుకొని అలా బాబుని విక్రయించింది. 1 లక్ష రూపాయలు ఇచ్చి విక్రయించేసి అదే బాబుని మునిమోక్షం తరుణ్ అనే వారికి అమ్మడం జరిగింది. ఇటు విషయము వాళ్ళ తెలుగుగూడెం గ్రామ సర్పంచ్ ఉషనయ్య వాళ్ళ ICDS వాళ్ళకి ఫిర్యాదు చేయగా వాళ్ళు విచారించేసి ఈరోజు అట్టి బాబుని రెస్క్యూ చేసి CWC దగ్గర ప్రొడ్యూస్ చేసి వాళ్ళ ఆదేశాల అనుసారం ఇవ్వడం అయినది. అదే దాని మీద మాకు ఫిర్యాదు చేయగా మేము దానిపైన కేసు నమోదు చేసి విచారణ చేపడుతున్నాం. മെഹബൂബനഗർ ടൗണിൽ നിന്നാണ് കുഞ്ഞിനെ പോലീസ് കണ്ടെത്തുന്നത്. കുഞ്ഞിനെ വാങ്ങിയ ആളുടെ വീട്ടിൽ നിന്നും പോലീസ് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞ് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പരിചരണത്തിലാണ് ഇപ്പോഴുള്ളത്. ആരായിരുന്നു ആ ഇടനിലക്കാരൻ എന്നതിലടക്കം ഇപ്പോൾ പോലീസ് അന്വേഷണം തുടർന്നു വരികയാണ്. ഇരച്ചെവി അറിയാതെയാണ് മാതാപിതാക്കളും ഇടനിലക്കാരനും ചേർന്ന് കുഞ്ഞിനെ വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും കുഞ്ഞിനെ കൈമാറിയതും. എന്നാൽ ഇളയ കുഞ്ഞിനെ കുറെ നാളായി കാണാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാർ അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ വ്യക്തമായൊരു ഉത്തരം ആർക്കും നൽകിയിരുന്നില്ല. മാതാപിതാക്കളുടെ ഈ പെരുമാറ്റത്തിലൂടെ കുട്ടിക്ക് എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ ഇവർ വീണ്ടും കാര്യം തിരക്കിയെങ്കിലും അവർ ഒന്നും തുറന്നു പറയാൻ തയ്യാറായില്ല. തുടർന്നാണ് നാട്ടുകാർ പോലീസിൽ വിവരം നൽകിയത്. ഇങ്ങനെ ഗ്രാമത്തിൽ നിന്ന് വേറെയും കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്താകും പണത്തിന് ഞെരുക്കം വന്നപ്പോൾ സ്വന്തം കുഞ്ഞിനെ തന്നെ വിൽക്കാമെന്ന തീരുമാനത്തിലേക്ക് ആ മാതാപിതാക്കൾ എത്തിയത് എന്നത് വലിയൊരു ചോദ്യമായി ബാക്കിയാവുകയാണ്. ഗ്രാമത്തിലും സമീപ പ്രദേശങ്ങളിലുമായി മുൻപ് കാണാതായിട്ടുള്ള കുട്ടികളെ പറ്റി അടക്കം ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. നമ്മളൊക്കെ പൊതുവെ കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോഴൊക്കെ എല്ലാവരുമായുള്ള പരിചയമൊക്കെ പുതുക്കി വളരെ സന്തോഷത്തോടെ പിരിയുകയാണ് പതിവ്. എന്നാൽ രാജസ്ഥാനിലെ ബിക്കാനീറിൽ നടന്ന ഒരു കുടുംബയോഗം കലാശിച്ചത് 3 പേരുടെ കൊലപാതകത്തിലാണ്. ഒരു ഗ്രാമത്തിന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവം. രാജസ്ഥാനിലെ ബിക്കാനീർ ജില്ലയിലെ സുർജൻവാലി ഗ്രാമത്തിൽ വ്യാഴാഴ്ച നടന്ന കുടുംബയോഗത്തിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പരിപാടിക്കിടെ ഉണ്ടായ ഒരു ചെറിയ തർക്കമാണ് 3 പേരുടെ കൊലപാതകത്തിലേക്കും പലർക്കും ഗുരുതര പരിക്കുകൾ ഏൽക്കുന്നതിലേക്കും അടക്കം നയിച്ചത്. തുടക്കത്തിൽ വളരെ സന്തോഷത്തോടെ ആരംഭിച്ച ഒരു കുടുംബയോഗമായിരുന്നു അത്. പിന്നീട് 1ഉം 2ഉം പറഞ്ഞ തർക്കത്തിലായിരുന്നു 55-കാരനായ ജിന്ദു ഖാനും 60-കാരനായ അലിഷറും. തർക്കം രൂക്ഷമായതോടെ ഒത്തുതീർപ്പാക്കാൻ എത്തിയതായിരുന്നു ജിന്ദു ഖാന്റെ മകൻ 25-കാരനായ കരീം ഖാൻ. എന്നാൽ തർക്കം വീണ്ടും കടുത്തതോടെ കൂടുതൽ പേർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഒടുക്കം ആ തർക്കം അവസാനിച്ചത് 3 പേരുടെയും മരണത്തിലാണ്. സംഭവസ്ഥലം സന്ദർശിച്ച പോലീസും തെളിവുകളും വിവരങ്ങളും അടക്കം ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ തർക്കത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിച്ച യഥാർത്ഥ കാരണമെന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. अलीशेर, जिंदू खां और करीम खां, इन 3 व्यक्तियों की धारदार हथियार से जो हत्या कर दी गई। इस जानकारी के प्राप्त होने के उपरांत तत्काल ही SHO छतरगढ़, CO खाजूवाला और उनकी तमाम टीमें जो हैं वो फील्ड में उतरी। घटना की पूरी जानकारी उन्होंने विस्तृत में प्राप्त की और तत्काल ही जो व्यक्ति जिन्होंने ये घटना को अंजाम दिया था, कारित किया था, उनकी तलाश के लिए लगातार टीमें जो हैं वो फील्ड में भेजी। मैंने स्वयं घटनास्थल का निरीक्षण किया। थाना छतरगढ़ में जो पीड़ित परिवार के परिजन थे उनसे बातचीत की।
वर्तमान में तीनों ही मृतकों का पोस्टमार्टम किया जाकर के बॉडी उनको परिवारजनों को हैंडओवर की जा चुकी है। प्रकरण थाना छतरगढ़ पर हत्या की धाराओं में दर्ज किया गया है और कुल 4 व्यक्तियों को इस प्रकरण में अभी पुलिस द्वारा डिटेन किया गया है। प्रथम दृष्टया अभी तो जो कारण इस घटनाक्रम का हमारे सामने समझ में आया है वो पारिवारिक शादी को लेकर के कुछ विषय था। उस विषय को लेकर के गहमा गहमी आपस में दोनों पक्षों में हुई और उसके बाद ये घटनाक्रम जो है इस रूप में हो गया। നിലവിൽ 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. പ്രതികളിൽ ചിലരെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ മരിച്ചയാളും പ്രതിയും ബന്ധുക്കളാണെന്നാണ് സൂചന. കൊലപാതകം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം അവർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സംഭവം ബിക്കാനീറിൽ പലയിടത്തും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ പിന്തുടർച്ച എന്നോണം മറ്റ് അക്രമ സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ഇപ്പോൾ പോലീസ് കാവലടക്കം ഗ്രാമത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ബന്ധുക്കളും ഗ്രാമവാസികളും വൻതോതിൽ തടിച്ചുകൂടിയതിനെ തുടർന്ന് ആശുപത്രിയിലടക്കം വൻ പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളിൽ ചിലരെ പിടികൂടിയെങ്കിലും സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം തിരയുകയാണ് ഇപ്പോൾ പോലീസ്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം.